ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്കാരം. ഞാൻ ഡോക്ടർ ആഭയ രവി. ആയുർവേദത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഞാനിന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. ആയുർ ഫോർ ലൈഫ്. നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണയും ആശീർവാദവും ഞാൻ ആഗ്രഹിക്കുന്നു. ആയുർവേദം എന്നത് വളരെ ബൃഹത്തായ ഒരു ജീവിതശാസ്ത്രവും ചികിത്സാ സമ്പ്രദായവുമാണ്. ഇതിൽ ഒട്ടുമിക്ക അടിസ്ഥാന ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടിരിക്കുന്നത് സംസ്കൃത ഭാഷയിലാണ്. അതിൽ പ്രധാനപ്പെട്ടത് ചരക സംഹിത, സുശ്രുത സംഹിത, അഷ്ടാംഗ ഹൃദയം എന്നിവയാണ്. ഇതുകൂടാതെ അഷ്ടാംഗ സംഗ്രഹം, ഭാവപ്രകാശം, യോഗരത്നാകരം, ഹാരിത സംഹിത, കാശ്യപ സംഹിത, മലയാള ഗ്രന്ഥങ്ങളായ ആരോഗ്യരക്ഷ കൽപദ്രുമം, ചികിത്സാ മഞ്ജരി, സഹസ്രയോഗം, യോഗാമൃതം തുടങ്ങി ഒട്ടനവധി ഗ്രന്ഥങ്ങൾ മനുഷ്യന്റെ ആരോഗ്യ പരിപാലനത്തെ പറ്റിയും വിവിധതരം ശാസ്ത്രീയ ചികിത്സാ രീതികളെ പറ്റിയും വിശദമായി പ്രതിപാദിക്കുന്നത് കൊണ്ട് തന്നെ ആയുസിന്റെ വേദം അഥവാ ആയുർവേദം എന്നറിയപ്പെടുന്നു. ഇത് അഥർവവേദത്തിന്റെ ഉപവേദമായും പഞ്ചമവേദം അഥവാ അഞ്ചാമത്തെ വേദമായും അറിയപ്പെടുന്നു. ഈ ചികിത്സാ രംഗത്ത് വർത്തിക്കുന്നവർക്കറിയാം ഈ ശാസ്ത്രത്തിന്റെ മഹത്വവും അറിവിന്റെ ആഴവും. മനുഷ്യന്റെ ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായ ആരോഗ്യത്തെയാണ് ആയുർവേദം പ്രതിപാദിക്കുന്നത്. എന്താണ് ശാസ്ത്രം? ശംസതി ഇതി ശാസ്ത്രം. ഇങ്ങനെ ചെയ്യൂ എന്ന് നിർദ്ദേശിക്കുന്നതാണ് ശാസ്ത്രം. അതായത് ഇങ്ങനെ നിങ്ങൾ ചെയ്യൂ, നിങ്ങൾക്ക് ഫലപ്രാപ്തി ഉണ്ടാകും എന്നത്. ടൈം ടെസ്റ്റഡ്, ടൈം പ്രൂവ്ഡ് റിസർച്ച് പ്രോഡക്റ്റ് ആണ് ആയുർവേദം എന്ന് തന്നെ പറയാം. ആയുർവേദ ആചാര്യന്മാരുടെ നിരന്തരമായ പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും ഉരുത്തിരിഞ്ഞു വന്ന ശാസ്ത്രം. സംക്ഷിപ്തമായി എന്നാൽ സവിസ്തരമായി ആരോഗ്യ പരിപാലനത്തെക്കുറിച്ചും വിവിധതരം രോഗങ്ങളുടെ കാരണത്തെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചും ആയുർവേദം പ്രതിപാദിക്കുന്നു. സംക്ഷിപ്തമായി എന്നാൽ സവിസ്തരമായി ഈ രണ്ട് വാക്കുകളും പരസ്പരം വിപരീതങ്ങളായി തോന്നിയേക്കാം. ശ്ലോകരൂപത്തിൽ ചുരുക്കി വളരെ അഗാധമായ വിശദമായ അറിവുകളാണ് ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്നത്. ഏകദേശം 4500 പരം വർഷങ്ങൾക്ക് മുൻപ് ആയുർവേദ ആചാര്യന്മാർ മനുഷ്യ ശരീരത്തെ വിശദമായി പഠനവിധേയമാക്കി. മൃതശരീര ഛേദനം അഥവാ ഡിസെക്ഷൻ ചെയ്തു. സ്കിന്റെ ലെയേഴ്സ് ഉൾപ്പെടെ വിശദമാക്കി. വിവിധതരം ചികിത്സാ പദ്ധതികൾ ആവിഷ്കരിച്ചു. ഇന്നും ഫാദർ ഓഫ് പ്ലാസ്റ്റിക് സർജറി എന്ന് ലോകം അംഗീകരിക്കുന്നത് 4500 പരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആയുർവേദ ആചാര്യനായിരുന്ന സുശ്രുതനെയാണ്. ഈ ശാസ്ത്രത്തിൽ അടിസ്ഥാനമായ ധാരണകളൊന്നുമില്ലാതെ ഈ ശാസ്ത്രത്തെ പഠിക്കുന്നവർ ഒന്ന് ആലോചിച്ചാൽ നന്ന്. ചിരപുരാതനമായ ഭാരതീയ സംസ്കാരത്തിന്റെ നളന്ദ തക്ഷശില പോലെ ലോകോത്തരങ്ങളായ സർവകലാശാലകൾ നിലനിന്നിരുന്ന, വിദ്യാഭ്യാസം നേടാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭാരതവർഷത്തിലെത്തിയിരുന്ന ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ ചികിത്സാ സമ്പ്രദായമായിരുന്നു ആയുർവേദം. നൂറ്റാണ്ടുകൾക്കിപ്പുറവും അതേ പ്രൗഢിയോടെ ആയുർവേദ ശാസ്ത്രം നിലനിൽക്കുന്നുവെങ്കിൽ ഈ ശാസ്ത്രത്തെ പഠിക്കുന്നവർ ആദ്യം ഇത് പഠിക്കുക. എന്നിട്ടും ഒന്നുമില്ല, വെറും കാപട്യമാണ് ആയുർവേദ ശാസ്ത്രം എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്ക് അതിന് കുറ്റം പറയാം. ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയുടെ പ്രസിഡന്റും ലോകപ്രശസ്ത കാർഡിയോളജിസ്റ്റുമായ പത്മവിഭൂഷൺ ഡോക്ടർ MS വല്യപ്പൻ, കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് അഥവാ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ആയിരുന്ന ഡോക്ടർ CP മാത്യു, പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ BM ഹെഗ്ഡെ, അങ്ങനെ എത്രയോ പ്രഗത്ഭന്മാരായ ഡോക്ടർമാർ ആയുർവേദ ശാസ്ത്രത്തിന്റെ മഹത്വം മനസ്സിലാക്കി. അവർ ഈ ഭാരതീയ ചികിത്സാ സമ്പ്രദായത്തെ പഠിച്ചു. അതിൽ വിവിധതരം പുസ്തകങ്ങളും ലേഖനങ്ങളും എഴുതി. ഇന്റർനെറ്റിൽ പരതിയാൽ വ്യക്തമാകുന്ന വസ്തുതകൾ മാത്രമേ ഉള്ളൂ ഇത്. ഞാൻ ഈ യൂട്യൂബ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്ന് മാത്രമാണ്: ആയുർവേദത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത്. ആയുർവേദം എന്നത് ഒരു ചികിത്സാ പദ്ധതി, ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നതാണ് ആയുർവേദം ഉദ്ദേശിക്കുന്നത്. സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണം, ആരോഗ്യമുള്ള ഒരാളുടെ ആരോഗ്യം നിലനിർത്തുക. ഇതിനായി നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയും ആയുർവേദത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ പറ്റിയും രോഗം വന്നാൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം പ്രാഥമിക ചികിത്സകളെ പറ്റിയും പ്രതിപാദിച്ചുകൊണ്ട് ഇനി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് ആയുർ ഫോർ ലൈഫ് എന്ന ചാനൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.